നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വിദേശത്തേക്കുള്ള സർവകക്ഷി സംഘത്തിലേക്ക് നിർദ്ദേശിച്ച പേരുകൾ കേന്ദ്രം ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ്. രാജ്യസുരക്ഷയിലും ബിജെപി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആക്ഷേപം. നിർദ്ദേശിച്ചവരെല്ലാം സംഘത്തിൽ ഉണ്ടാകുമെന്നും കോൺഗ്രസ് വിശദീകരണം. ഇന്ത്യയെ അനുകരിച്ച് സർവകക്ഷി സംഘത്തെ അയക്കാൻ പാകിസ്ഥാനിലും നീക്കം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ 40,000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് വീണ്ടും ഇന്ത്യ പാക് DGMO തല ചർച്ച. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള മൂന്നാമത്തെ കൂടിക്കാഴ്ച. PSLV C-61 വിക്ഷേപണം പരാജയം. ഭൗമ നിരീക്ഷണത്തിനുള്ള EOS-09 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. ദൗത്യം പാളിയത് 2ാം ഘട്ടത്തിന് ശേഷം. താങ്കളെ അംഗീകരിക്കുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് അധ്യക്ഷ മാറ്റം നടന്നത് സ്വാഭാവിക രീതിയിലല്ല എന്നാണല്ലോ. വിവാദങ്ങളിൽ മറുപടിയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കെ സുധാകരന് മികച്ച പരിഗണന നൽകി. പദവി ഒഴിഞ്ഞവരെ AICC പ്രവർത്തക സമിതി അംഗമാക്കുന്ന കീഴ്വഴക്കമില്ല. സഭയുടെ നോമിനി അല്ലെന്നും സണ്ണി ജോസഫ് Q18 അഭിമുഖത്തിൽ. കഴിഞ്ഞ ആഴ്ച സ്ഥലം മാറ്റിയ പോലീസ് ഓഫീസർമാരെ തിരികെ പ്രതിഷ്ഠിച്ച് സംസ്ഥാന പോലീസിൽ വിചിത്ര നടപടി. തീരുമാനം സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർ പരാതി പറഞ്ഞതിനെ തുടർന്ന് സമഗ്രമായ അഴിച്ചുപണി ഉടൻ ഉണ്ടാകുമെന്നും വിവരം. MR അജിത് കുമാർ എക്സൈസ് കമ്മീഷണർ ആകില്ല. മഹിപാൽ യാദവ് തുടരും. കുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ടുവരുന്നത് വിലക്കി കോഴിക്കോട്ടെ സർക്കാർ സ്കൂൾ. വിലക്ക് കൊയിലാണ്ടി മാപ്പിള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന ബോർഡ് സ്ഥാപിച്ച് PTA-യും സ്റ്റാഫ് കൗൺസിലും. തീരുമാനം ലിപ്സ്റ്റിക് ആരോഗ്യ പ്രശ്നമുണ്ടാക്കും എന്ന വിലയിരുത്തലിൽ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗളൂരുവിലും കനത്ത മഴ. ഇന്നലത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL മത്സരം ഉപേക്ഷിച്ചു. ഗാസയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമം. ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ചു. 72 മണിക്കൂറിനിടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 100 കണക്കിന് ആളുകൾ. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേക കുർബാന അർപ്പിക്കും. ചടങ്ങിന് സാക്ഷിയാകാൻ വ്ളാഡിമിർ സെലൻസ്കിയും JD വാൻസും അടക്കമുള്ള രാഷ്ട്രത്തലവന്മാർ. ചടങ്ങുകൾ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. പാക് ഭീകരവാദം ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കാനുള്ള സർവകക്ഷി സംഘത്തിലേക്ക് പാർട്ടി നിർദ്ദേശിച്ച നേതാക്കളുടെ പേരുകൾ ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ്. പാർട്ടിയുടെ നേതാക്കൾ സംഘത്തിന്റെ ഭാഗമാകുമെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് ദേശീയ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ BJP രാഷ്ട്രീയം കളിക്കുന്നതായും തുറന്നടിച്ചു. പ്രധാനമന്ത്രിയുടെയും BJPയുടെയും നിലവാരത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നും ജയറാം രമേശിന്റെ പേരിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിമർശനമുണ്ട്. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഒരാളുടെ പേര് മാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചത്. അതേസമയം ഇന്ത്യയെ അനുകരിച്ച് സർവകക്ഷി സംഘത്തെ അയക്കാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതിപ്പോൾ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ സർവകക്ഷി സംഘത്തിലെ പേരുകളെ ചൊല്ലിയുള്ള തർക്കം. അത് ഇന്നലെ മുതൽ ആരംഭിച്ചതാണ്. അതിൽ വലിയ വിമർശനവുമായി ഇപ്പോൾ കോൺഗ്രസ് രംഗത്തേക്ക് വരുന്ന സാഹചര്യം. ദേശസുരക്ഷയുടെ കാര്യത്തിൽ പോലും BJP രാഷ്ട്രീയം കളിക്കുന്നു എന്ന വലിയ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ സർവകക്ഷി സംഘത്തെ എങ്ങനെയാണോ ഇന്ത്യ ലോകരാജ്യങ്ങളിലേക്ക് അയക്കുന്നത്, പാകിസ്ഥാന്റെ ഭീകരവാദ മുഖം ഏത് തരത്തിലാണോ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്, അതിന് ഒരു മറു നീക്കവുമായി പാകിസ്ഥാൻ കൂടി രംഗത്തേക്ക് വരുന്നു എന്ന പുതിയ വാർത്ത കൂടി ഉണ്ടല്ലോ.
ആര്യ, ഇന്ത്യ വളരെ സുപ്രധാനമായ ഒരു നയതന്ത്ര നീക്കമാണ് നടത്തുന്നത്. 7 ടീമുകളായി 51 പ്രതിനിധികളെയാണ് ഇന്ത്യ വിവിധ ലോക രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. അതിൽ 8 മുൻ അംബാസിഡർമാർ അടക്കം ഉൾപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കെല്ലാം ഈ എംപിമാരും മുൻ അംബാസിഡർമാരും ഒക്കെ അടങ്ങുന്ന, അല്ലെങ്കിൽ നയതന്ത്ര വിദഗ്ധരടങ്ങുന്ന ഇന്ത്യയുടെ ഒരു സംഘം പോകുന്നു. ആ സംഘം പോയിട്ട് ഈ രാജ്യങ്ങളിലെല്ലാം എന്താണ് ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ കാരണം എന്നുള്ളത് വിശദീകരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്തിനു വേണ്ടി വന്നു എന്നത് വിശദീകരിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, ഞങ്ങൾ പാകിസ്ഥാനെതിരെയോ പാകിസ്ഥാനിലെ ജനങ്ങൾക്കോ സൈന്യത്തിനോ എതിരെ അല്ല യുദ്ധം നടത്തിയത്. ഞങ്ങൾ യുദ്ധം നടത്തിയത് 2001 ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് തീരുമാനിച്ചതാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടം. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണം എന്നുള്ള തീരുമാനം ലോകത്തിൻ്റെ രാജ്യങ്ങളുടേതെല്ലാമാണ്. ആ തീരുമാനമാണ് നടപ്പാക്കിയത്. പാകിസ്ഥാനിലെ ഇന്ത്യയിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങളിലേക്ക് മാത്രമാണ് ആക്രമണം നടത്തിയത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ ആയിരുന്നില്ല. ആ പാകിസ്ഥാന്റെ മണ്ണിൽ ഈ ഭീകരർക്ക് താവളം ഒരുക്കാൻ ഇടം നൽകുകയും അവർക്ക് മറ്റെല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതിന് തിരിച്ചടി എന്നോണം ഇന്ത്യയിലേക്ക് വീണ്ടും ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിഞ്ഞു. പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കുന്ന താവളമായി മാറുകയാണ്. പാകിസ്ഥാൻ ഭീകരതയുടെ നഴ്സറിയായും ഫാക്ടറിയായും പ്രവർത്തിക്കുന്നു. ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇപ്പോൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദമാണ് പ്രധാനമായി ഉയർന്നു നിൽക്കുന്നത്. അത് ശശി തരൂരുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു ദൗത്യ സംഘത്തെ അയക്കുന്നതിന് മുന്നോടിയായി ഈ പ്രധാനപ്പെട്ട പാർട്ടികളോടെല്ലാം തന്നെ ലിസ്റ്റ് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസിനോടും സമാന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിനോട് ഈ ആവശ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളായ ശശി തരൂർ, സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി തുടങ്ങിയ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നേരിട്ട് ബന്ധപ്പെടുകയും നിങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടായിരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ നേതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇപ്പോൾ നിലവിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിലെ പ്രധാന നേതാക്കളെയാണ് ഇങ്ങനെ ബന്ധപ്പെട്ടത്. പക്ഷേ അതിൽ ശശി തരൂർ ഒഴികെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും പാർട്ടിയുമായി അഭിപ്രായം അറിഞ്ഞ ശേഷം ഞങ്ങൾ പ്രതികരിക്കാമെന്നുള്ള മറുപടിയാണ് സൽമാൻ ഖുർഷിദും മനീഷ് തിവാരിയും അടക്കം നൽകിയത്. ശശി തരൂരും പാർട്ടി അറിയിച്ചു എന്ന് പറയുന്നു. എന്തായാലും പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് മറ്റ് 4, ആനന്ദ് ശർമ്മ അടക്കം ഗൗരവ് ഗൊഗോയ് അടക്കമുള്ള 4 പേരുടെ പട്ടികയാണ് നൽകിയത്. പക്ഷേ ഈ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് മാത്രമേ ഈ 51 അംഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് ആനന്ദ് ശർമ്മയുടെ പേര് മാത്രമാണ്. മറ്റു പേരുകൾ ഉൾപ്പെടുത്താതെ കോൺഗ്രസിൽ നിന്ന് മറ്റ് 4 പേരുകൾ കൂടി കേന്ദ്ര സർക്കാർ നേരിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു പാർട്ടിയുടെ പ്രതിനിധി അയക്കാൻ തീരുമാനിക്കുമ്പോൾ ആ പാർട്ടിയുടെ അഭിപ്രായം ആരായുകയും ആ അഭിപ്രായം തള്ളിക്കളയുകയും ചെയ്തിട്ട് ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നത് ശരിയായ നിലപാടല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ പട്ടിക ഉൾപ്പെട്ട എല്ലാവരും പോകണമെന്നും ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കും എന്നും കോൺഗ്രസ് ഉറപ്പ് നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടി അതിസമർത്ഥമായി തന്നെ കേന്ദ്ര സർക്കാരും BJPയുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി എന്ന് വേണം കരുതാൻ. കോൺഗ്രസോ ശശി തരൂരോ ആ വെട്ടിൽ ഒരു തരത്തിൽ വീഴുകയായിരുന്നു എന്ന് വേണം കൂടി കണക്കാക്കേണ്ടി വരും. ശശി തരൂരിനെ സംബന്ധിച്ച് നിലവിലെ കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര പ്രാധാന്യമൊക്കെ എടുത്തു കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്കെടുത്ത് കാണിക്കാൻ കഴിയുന്ന ഒരു അവസരം കൃത്യമായി ഉപയോഗിക്കുക കൂടിയായിരുന്നു. ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുക കൂടിയുള്ള നീക്കം കൂടി അതിന് പിന്നിലുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് തന്ത്രപരമായ ഒരു പിഴവ് എന്ന് വിശകലന പല ഇതിലും രാഷ്ട്രീയ ചൂണ്ടിക്കാണിക്കുന്നത്, കോൺഗ്രസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ പട്ടികയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് ശശി തരൂർ പോകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം രാജ്യ താല്പര്യം വിശാലമായി മുൻനിർത്തി അങ്ങനെ പോകാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പോവുകയും ചെയ്യും. അതിനെ കോൺഗ്രസിന് പിന്നീട് എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ മുൻകൂട്ടി തന്നെ ശശി തരൂരിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തി ഒരു പട്ടിക നൽകാമായിരുന്നു എന്നുള്ളത് തന്ത്രപരമായ പിഴവായി കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും മറ്റൊരു ഇന്നലെ രാത്രിയോടുകൂടി കോൺഗ്രസിൻ്റെ വാർത്താക്കുറിപ്പ് വന്നത് മറ്റൊന്നാണ്. ഈ പട്ടികയിൽ ഞങ്ങൾ നൽകിയ 4 പേരിൽ ഒരാളെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. 51 പേരെ ഉൾപ്പെടുത്തിയ പട്ടിക വരുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നൽകുന്ന 4 പേരുകളിൽ ഒരാളെ മാത്രം ഉൾപ്പെടുത്തി അത് രാഷ്ട്രീയം കളിക്കുകയാണ്. BJPയെ പോലെ പക്ഷേ ഞങ്ങൾ അവസരവാദ രാഷ്ട്രീയത്തിനും ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത്തരം നിലവാരം കുറഞ്ഞ കളിയല്ല. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പോവും എന്ന് തന്നെ പറയുന്നു. ഒരു ഫലത്തിൽ പറഞ്ഞാൽ BJP ഉൾപ്പെടുത്തിയ, കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ കോൺഗ്രസിൻ്റെ 4 പ്രതികളും ഈ സംഘത്തിൻ്റെ ഭാഗമാവും. അവർ പോകും എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുകയും ഒപ്പം കോൺഗ്രസിനെ അവഗണിച്ച, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തീരുമാനത്തെ അവഗണിച്ചതിനെ ഒരു വിമർശനം ഉന്നയിക്കുക കൂടി ചെയ്യുകയാണ്. തീർച്ചയായും ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ പാക് DGMO തല ചർച്ച ഇന്നുണ്ടായേക്കും. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള 3ാമത്തെ ചർച്ചയാണിത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നതിനിടെ 40,000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാൻ കേന്ദ്രം അനുമതി നൽകി. ER രാഗേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. ER, അതിർത്തിയിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ആ ശാന്തത കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ഈ DGMO തല ചർച്ച നിർണായകമാകില്ലേ? അതോടൊപ്പം തന്നെ ഇതിനിടെ ആയുധശക്തിയുടെ കരുത്ത് കൂട്ടുകയാണ് ഇന്ത്യ.
അതെ ആര്യ, കഴിഞ്ഞ ഒരാഴ്ചയായി അതിർത്തി ശാന്തമാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ. അതിനൊരു വിരാമം ഉണ്ടായത് 10-ാം തീയതി ചേർന്ന DGMO മീറ്റിംഗിലാണ്. അന്നാണ് വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായത്. അതിനുശേഷം 2 യോഗങ്ങൾ കൂടി നടന്നു. 12-ാം തീയതിയും 14-ാം തീയതി യോഗം നടന്നു. ഈ 2 യോഗവും വെടിനിർത്തൽ നീട്ടാൻ ധാരണയിലെത്തുകയായിരുന്നു. അങ്ങനെ ഇന്ന് വരെയാണ് ഇപ്പോൾ വെടിനിർത്തൽ നീട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ചേരുന്ന യോഗത്തിലും വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോകാനുള്ള ധാരണയായിരിക്കും കൈക്കൊള്ളുക. ഒപ്പം തന്നെ 2 സേനകളും, അതായത് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിൽ കൂടുതലായി സേനയെ വിന്യസിച്ചിട്ടുണ്ട് സംഘർഷം കണക്കിലെടുത്തുകൊണ്ട്. അത് സ്വാഭാവികമായും പിൻവലിക്കാൻ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ അംഗബലം ആ മേഖലകളിൽ നിന്ന് കുറയ്ക്കാനുള്ള തലത്തിലേക്കും ഇന്നത്തെ ചർച്ചകൾ കടന്നേക്കും. ഏതായാലും പരസ്പര വിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകും എന്നാണ് കഴിഞ്ഞ ദിവസം യോഗത്തിന് ശേഷം ഇന്ത്യയുടെ DGMO വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. അതായത് ഇന്ത്യയായി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഏതായാലും അതുതന്നെയാണ് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ 10-ാം തീയതി 5 മണി മുതലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. അതിനുശേഷം അന്ന് രാത്രി പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് കാര്യങ്ങൾ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുള്ള തീരുമാനമായിരിക്കും ഇന്ന് കൈക്കൊള്ളുക. അതേസമയം തന്നെയാണ് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എത്തിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ സമിതിയുടെ തലവൻ. ഈ സമിതിയാണ് ഇപ്പോൾ 40,000 കോടിക്ക് കൂടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാൻ അടുത്ത 1 വർഷത്തിനുള്ളിൽ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനിയും പ്രകോപനം ഉണ്ടായാൽ അതിന് മറുപടി നൽകുമെന്ന് ആവർത്തിക്കുന്നു. ഇതിനു മുൻപ് ഇത്തരത്തിൽ കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് അധിനിവേശ കാലത്തായിരുന്നു മുൻപ് ഇത്തരത്തിൽ ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ളെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടത്തിൽ കൂടി അത്തരം നടപടിയിലേക്ക് കേന്ദ്രം കടക്കുകയാണ്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. ISROയുടെ PSLV C-61 ദൗത്യം പരാജയപ്പെട്ടു. വിക്ഷേപണത്തിന് ശേഷം 3-ാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് ദൗത്യം പരാജയപ്പെടാൻ ഇടയാക്കിയത്. എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുമെന്നും തിരിച്ചു വരുമെന്നും ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പറഞ്ഞു. 5, 4, 3, 2, 1, 0. കൃത്യമായ തയ്യാറെടുപ്പുകൾ, പിഴവില്ലാത്ത ലോഞ്ചിങ്. EOS-09 എന്ന ഉപഗ്രഹവുമായി PSLV C-61 കുതിച്ചു പൊങ്ങിയ ശേഷമുള്ള ആദ്യ 2 ഘട്ടങ്ങളും വിജയം. പക്ഷേ 3-ാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും നശിപ്പിച്ചു. ഇന്ത്യയുടെ 101-ാം ഉപഗ്രഹ വിക്ഷേപണം പരാജയപ്പെട്ടുവെന്ന് ISRO അറിയിച്ചു. ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും. ശക്തമായി തിരിച്ചുവരുമെന്നായിരുന്നു ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പറഞ്ഞത്. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. Thank you. ISROയുടെ ഏറ്റവും വിശ്വസ്തമായ ഉപഗ്രഹ വാഹനമാണ് PSLV. ഇതുവരെ ഏറ്റെടുത്ത 63 ദൗത്യങ്ങളിൽ 59ഉം വിജയം കണ്ട ചരിത്രമാണ് PSLVക്കുള്ളത്. ഇത്തവണത്തെ പരാജയത്തിൽ നിരാശ കാണേണ്ടതില്ലെന്ന് ISRO അറിയിച്ചു. ഭൗമ നിരീക്ഷണം, കൃഷി, വനം, ദേശസുരക്ഷ തുടങ്ങിയ പഠനങ്ങൾ പ്രവർത്തന ലക്ഷ്യമാക്കി വിക്ഷേപിച്ച EOS-09 ഉപഗ്രഹത്തെയാണ് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാതെ പോയത്. പരാജയങ്ങളിൽ നിന്ന് കുതിച്ചുയർന്ന വലിയ വിജയഗാഥകൾ രചിച്ചിട്ടുള്ള ചരിത്രം ഇന്ത്യയുടെ ISROയ്ക്കുണ്ട്. എന്നും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ISRO വീണ്ടും തിരിച്ചുവരുമെന്നുള്ള കാര്യത്തിൽ 140 കോടി ഇന്ത്യക്കാർക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. ന്യൂസ് ഡെസ്ക്, News 18. K. സുധാകരന്റെ അതൃപ്തി ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പദവി ഒഴിഞ്ഞ സുധാകരന് പാർട്ടി മികച്ച പരിഗണന നൽകിയിട്ടുണ്ട്. KPCC പദമൊഴിഞ്ഞ ഒരു നേതാവിനും AICC വർക്കിംഗ് കമ്മിറ്റി അംഗത്വം മുമ്പ് നൽകിയിട്ടില്ല. താൻ കത്തോലിക്ക സഭയുടെ നോമിനിയായിട്ടല്ല KPCC അധ്യക്ഷ പദവിയിലെത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. Q18 അഭിമുഖത്തിലായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. KPCC അധ്യക്ഷ മാറ്റം കൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. K. സുധാകരന്റെ നോമിനിയാണ് സണ്ണി ജോസഫ് എന്നാണ് CPM പറയുന്നത്. പക്ഷേ ഈ അധ്യക്ഷ മാറ്റത്തിന് ശേഷം താൻ തൃപ്തനല്ല എന്ന തരത്തിൽ K. സുധാകരൻ നടത്തിയ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സുധാകരന്റെ പ്രതികരണത്തോട് അതൃപ്തിയോട് പ്രതികരിക്കേണ്ട എന്നൊരു നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നത്? K. സുധാകരൻ എൻ്റെ
ശക്തനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. ഈ പ്രഖ്യാപനം എൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ പേരാണ് വരുന്നതെങ്കിൽ ഞാൻ തൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കി. പ്രഖ്യാപനം വന്ന അന്ന് എന്നെ കണ്ണൂരേക്ക് വിളിപ്പിച്ചു. ഞാൻ കണ്ണൂർ DCC ഓഫീസിലെത്തി. നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം എന്നെ ഷാളണിയിച്ചു, മധുരം തന്നു, ആലിംഗനം ചെയ്തു. അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റിന്റെ ചുമതല ഏൽക്കുന്ന ചടങ്ങിൽ അദ്ദേഹം എനിക്ക് ചുമതല കൈമാറി. അവിടെയും അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. അദ്ദേഹം എന്നെ പൂർണ്ണമായിട്ടും അക്കാര്യത്തിലേക്ക് എല്ലാ തരത്തിലും സഹായിച്ചു. എന്നെ പ്രസിഡന്റിന്റെ കസേരയിലിരുത്തി എൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചു. ഇന്നലെയും കണ്ണൂരിൽ എനിക്ക് DCCയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണം ഉണ്ടായിരുന്നു. തുറന്ന വാഹനത്തിൽ സുധാകരൻ വന്നു. DCC ഓഫീസിൽ വെച്ച് എനിക്ക് ഒരു പുഷ്പ കിരീടം എനിക്ക് അണിയിച്ചു തന്നു. എല്ലാ നല്ല വാക്കുകളും എനിക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം കൂടി സ്വീകരിച്ചു. അദ്ദേഹം CWC മെമ്പറാണ്. കേരളത്തിൽ നിന്ന് സമീപകാലത്ത് മാറിയ PCC പ്രസിഡന്റുമാരിൽ അദ്ദേഹത്തിന് മാത്രമാണ് ആ ഒരു അംഗീകാരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയുടെയും ത്യാഗത്തിൻ്റെയും സംഭാവനയുടെയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി മുന്നോട്ട് പോകും. താങ്കളെ അംഗീകരിക്കുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് അധ്യക്ഷ മാറ്റം നടന്നത് സ്വാഭാവിക രീതിയിലല്ല എന്നാണല്ലോ. അങ്ങനെയല്ല, AICC കേരളത്തിൽ ഇങ്ങനൊരു നേതൃത്വ മാറ്റത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയം ശരിയായില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയമായതുകൊണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം സുധാകരൻ പലപ്പോഴായിട്ട് പ്രകടമാക്കുന്നുണ്ടല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്നെ ചുമതല ഏൽപ്പിച്ചതിൽ അദ്ദേഹത്തിന് നല്ല സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. എനിക്കെല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കരുത്താർജിച്ച് മുന്നോട്ട് പോകും. ഞാൻ മാത്രമല്ല, ഈ പുതിയ ടീമിനെ എല്ലാം അദ്ദേഹം ഉൾപ്പെടെയുള്ള കൂട്ടു നേതൃത്വം AK ആന്റണി പറഞ്ഞത് എന്താണ്? AK ആന്റണിയുടെ അനുഗ്രഹം തേടി ഞങ്ങൾ ചെന്നപ്പോൾ AK ആന്റണി പറഞ്ഞത് മലയോരത്ത് നിന്ന് കരുത്തുറ്റ ഒരു ടീമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം, ഞാൻ മലയോരത്ത് നിന്നാണെങ്കിൽ എല്ലാ ഭാഗത്തെയും പ്രതികരിച്ചുകൊണ്ടുള്ള കരുത്തുറ്റുള്ള ടീം വർക്കാണ് കോൺഗ്രസിന് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറെ ഗൗരവത്തോടെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും പിന്തുണയിൽ, അനുഭാവികളുടെയും അണികളുടെയും വലിയ പിന്തുണയിൽ ഞങ്ങൾ ഏറ്റെടുക്കും. വിജയകരമായിട്ട് മുന്നോട്ട് പോകും. അണികളൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, തൻ്റെ വികാരങ്ങൾ അണികൾക്ക് അറിയാം എന്നാണ് സുധാകരൻ പറയുന്നത്. ഇതിലൊന്നും പ്രതികരിക്കേണ്ട കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം, KPCC പുതിയ നേതൃത്വം അങ്ങനെ ഉള്ള ഒരു നിലപാട് കൂടിയാണ്. അത് കോൺഗ്രസ് പ്രവർത്തകരിൽ സുധാകരന് നല്ല പിന്തുണയുണ്ട്. അദ്ദേഹം ആത്യന്തികമായിട്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കൂട്ടായ്മയിൽ പോകും. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 18 കേരളത്തിൽ. മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നതിൽ ഇന്ന് തീരുമാനം. മത്സ്യത്തൊഴിലാളികളുമായി ജില്ലാ കളക്ടർ ചർച്ച നടത്തും. കഴിഞ്ഞ ദിവസം ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനിടെയുണ്ടായ അക്രമത്തിൽ പോലീസ് പിടികൂടിയ പ്രദേശവാസിയെ റിമാൻഡ് ചെയ്തു. ജനൽ ചില്ല തകർത്തതിനാണ് അഞ്ചുതെങ്ങ് സ്വദേശി മുജീബിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വിനോദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, അവരെ സംബന്ധിച്ച് അവരുടെ ജീവനോ ഉപാധിയാണ്. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കടലിലേക്ക് പോകുന്നവരാണ്. പക്ഷേ ഈ മണൽ തിട്ട രൂപം കൊള്ളുന്നത് മൂലം അവർക്ക് കടലിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു. പലരുടെയും ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഡ്രഡ്ജിംഗ് എത്രയും വേഗം നടത്തണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നടക്കാതെ വരുന്നത് കൊണ്ടാണ് ഈ വലിയ പ്രതിഷേധങ്ങളൊക്കെയും നടന്നത്. എന്നാൽ പോലും അക്രമ സംഭവങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി റിമാൻഡിലായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? വലിയ പ്രതിഷേധത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായി മത്സ്യത്തൊഴിലാളികൾ. അറിയാം, മുതലപ്പുഴയെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ സാഹചര്യമാണ്. കാരണം ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ തിരയടിയിൽ വള്ളങ്ങൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുക, അല്ലാതെ തന്നെ അവിടെ ഈ തിരയടിക്ക് ശക്തി കൂടിയതുകൊണ്ട് അത് ഈ പുഴയുടെ പുലിമുട്ട് അതിന്റെ വീതി കുറവ് കൊണ്ടുള്ള സംഭവമാണ്. 10 വർഷത്തിനിടെ ഏതാണ്ട് 80-ലധികം ആളുകളാണ് അവിടെ മരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മണൽത്തിട്ടയുടെ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഒരു സീസണിലും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ ഒരു സുപ്രധാനമായ നീക്കം ഉണ്ടാകുന്നു. ജില്ലാ കളക്ടറുമായി മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്ന്
10 മണിക്ക് കളക്ടറുടെ ഓഫീസിലാണ് ഈ ചർച്ച നടക്കുന്നത്. ക്യാമ്പ് ഓഫീസിലാണ് ഈ ചർച്ച നടക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. ഇതിൽ പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. മെയ് 15 മുൻപ് മണൽ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് ന്യൂനപക്ഷ കമ്മീഷന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം നമുക്കറിയാം തീയതിയൊക്കെ കടന്നു പോവുകയാണ്. അവിടെ ചന്ദ്രഗിരി ഡ്രഡ്ജർ കൊണ്ടുവന്നതും അതിന്റെ സാങ്കേതിക തകരാറും ഇതൊക്കെ കണ്ടു തന്നെ മണൽ നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മണൽ നീക്കണമെന്ന ആവശ്യം, ഇതിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഉറപ്പാക്കി ആവശ്യമായ യന്ത്രഭാഗങ്ങൾ എത്തിച്ച് എത്രയും പെട്ടെന്ന് ഈ മണൽ നീക്കുക എന്ന ആവശ്യം മെയ് 30 മുൻപ് മണൽ നീക്കം പൂർത്തിയാക്കണം. മറ്റൊരു ആവശ്യമായി ഇന്ന് ഉന്നയിക്കാൻ പോകുന്നത് 26 താങ്ങുവില വള്ളങ്ങൾ കായലിലും 30-ലേറെ കടലിലുമുണ്ട്. മത്സ്യബന്ധനം 3 മാസമായി ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ പലതവണ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. വലിയ ബോട്ടുകളൊക്കെ ട്രാക്ടറിൽ കെട്ടിവലിച്ച് മണൽപ്പരപ്പിലൂടെ കെട്ടിവലിച്ച് കടലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയാത്ത വള്ളങ്ങളുമുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ജീവിതം പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു. ഇതിന് പരിഹാരം എന്നത് മണൽ നീക്കമാണ്. മറ്റൊന്ന്, മണൽത്തിട്ട രൂപപ്പെട്ടതിന് പിന്നാലെ 8 അപകടങ്ങൾ ഉണ്ടായി. ഒരു വള്ളം പൂർണ്ണമായി തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഈ മണൽത്തിട്ട രൂപപ്പെട്ട ശേഷം ചാല് കീറി പിന്നീട് JCBയുടെ ഒക്കെ സഹായത്തോടു കൂടി അവിടെ വീതി കൂട്ടി ചന്ദ്രഗിരി ഡ്രഡ്ജർ വരുന്നു, കുറെ മണ്ണ് മാറ്റി ഒരു ചാലുണ്ടാക്കി അതിലൂടെ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിലും ഈ മണൽത്തിട്ടയിൽ ഇടിച്ച് 8 വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരു വള്ളം പൂർണ്ണമായി തകർന്നു. മാത്രമല്ല, കോസ്റ്റൽ പോലീസിന്റെ പട്രോളിംഗ് ബോട്ട് പോലും കടലിലേക്ക് പോകുന്നില്ല. അങ്ങനെ കടലിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലീസിനും ഇല്ല എന്ന ഒരു നിലയാണ്. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളായിരിക്കും ഇന്ന് കളക്ടർക്ക് മുൻപാകെ മത്സ്യത്തൊഴിലാളികൾ വെക്കുക. ഇതിൽ കളക്ടറുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകും, എന്ത് നീക്കമുണ്ടാകും എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആര്യ, തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ലിപ്സ്റ്റിക്കിന് നിരോധനം. കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുതിയ അധ്യയന വർഷം സ്കൂളിൽ പെൺകുട്ടികൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം ഇറങ്ങിയിരിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കൊയിലാണ്ടി മാപ്പിള സ്കൂളും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സ്കൂൾ കെട്ടിടത്തിൽ കുട്ടികൾക്കായി ഒരു അറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. PTA-യും സ്റ്റാഫും ചേർന്നാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കുട്ടികളിൽ ലിപ്സ്റ്റിക്കിന്റെയും ലിപ് ബാമിന്റെയും ഉപയോഗം അമിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു. താഴ്ന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ തടഞ്ഞിരുന്നു. നിരന്തര ലിപ്സ്റ്റിക് ഉപയോഗം കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ചെറിയ ക്ലാസ് മുതലേ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ അമിതമായ ഉപയോഗം കൊണ്ട് അവർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവരോട് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാതെ സ്കൂളിൽ വരുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് അവരുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ബോധവൽക്കരണം നടത്തി. കൂടാതെ PTA, SMC-യും അധ്യാപകരും ഒക്കെ കൂടി തീരുമാനിച്ചു ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ ക്യാമ്പസുകളിലുടനീളം വെച്ചു. അതുകൊണ്ട് കുറെ കുട്ടികൾക്ക് മാറ്റം ഉണ്ടായി. ഇവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും വില കുറഞ്ഞ, വളരെ ക്വാളിറ്റി കുറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. അത് കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. മതപരമായ കാരണങ്ങളാണ് ലിപ്സ്റ്റിക് നിരോധനത്തിന് പിന്നിലുള്ളതെന്ന വിമർശനം ഉയരുന്നതായി സ്കൂൾ അധികൃതർ പറയുന്നു. എന്നാൽ ഇത്തരം പരിഗണനകൾ നടപടിക്ക് പിന്നിലില്ല എന്നും സ്കൂൾ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ്. ED സമൻസ് അയച്ച 10-ലധികം ആളുകളിൽ നിന്ന് സംഘം പണം വാങ്ങിയതായാണ് സംശയിക്കുന്നത്. കൂടുതൽ പരാതികൾ ലഭിച്ചതായി വിജിലൻസ് വ്യക്തമാക്കുന്നു. അതിനിടെ കേസിൽ 1-ാം പ്രതിയായ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഈ വേലി തന്നെ വിളവ് തിന്നുന്നതാണ് നമ്മൾ കണ്ടത്. വിജിലൻസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രാഥമികമായ വിലയിരുത്തൽ എങ്ങനെയാണ്? ആര്യ, കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥൻ കൂടി ഇൻവോൾവ് ആണ് ഈ കേസിൽ എന്ന കണ്ടെത്തലിനെ തുടർന്ന്
വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പരാതികളാണ് വിജിലൻസിന് ED കേസുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ നൽകിയിട്ടുള്ളത്, പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് വിജിലൻസ് കൈമാറുന്നത്. 10-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 3ഓളം പേർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകിയിട്ടുമുണ്ട്, അതായത് റിപ്പോർട്ടുകൾ, രേഖകൾ നൽകിയിട്ടുമുണ്ട് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരാണ് ഈ ഇടനിലക്കാരെ നിയന്ത്രിച്ചിരുന്നതും വലിയ തട്ടിപ്പാണ് ഈ റാക്കറ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും നടത്തിയിരിക്കുന്നതുമാണെന്നാണ് കണ്ടെത്തൽ. അതേസമയം ED ഉദ്യോഗസ്ഥൻ, EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറിനെ ഇതുവരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് കൃത്യമായ കാരണം വിജിലൻസ് തന്നെ പറയുന്നത് ഈ പരാതിക്കാരനായ, അതായത് കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ വ്യാപാരിയുടെ പരാതിയിന്മേലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൊഴിയിന്മേലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ FIR അനുസരിച്ചിട്ട് ഒന്നാം പ്രതി ഈ ശേഖർ കുമാർ എന്ന് പറയുന്ന EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അത് EDയുടെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. അത്തരത്തിൽ EDയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പരാതി വരുമ്പോൾ അതിൽ കൃത്യമായ ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് വിജിലൻസ് ഈ ശേഖർ കുമാറിന്റെ ഡിജിറ്റൽ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, അതുപോലെ ഫോൺ രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം അതിൽ കൃത്യത വരുത്തിയ ശേഷമേ ഈ കാര്യത്തിൽ വിജിലൻസ് ശേഖർ കുമാറിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായ അന്വേഷണം അത് ഓരോ ഘട്ടവും പതുക്കെ പരിശോധിച്ച് വിജിലൻസ് മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ തുടരുക. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാർ ഇടിപ്പിച്ചു കൊന്ന കേസിൽ ഒരു CISF ഇൻസ്പെക്ടറെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ്. പ്രതികളായ CISF ഉദ്യോഗസ്ഥർ മദ്യപിച്ചത് സേനയിലെ മറ്റൊരു ഇൻസ്പെക്ടറുടെ വീട്ടിൽ വെച്ചാണ്. കൊലപാതക ശേഷം കേസിലെ 2ാം പ്രതി മോഹൻകുമാറിനെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ചത് ഈ ഉദ്യോഗസ്ഥനാണ്. കൊലപാതക കേസിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനാണ് നീക്കം. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ പറയൂ വിശദാംശങ്ങൾ. മതിയോ? CISF ജവാന്മാർ ഈ ഐവിനെ കാർ ഇടിപ്പിച്ചു കൊന്ന കേസിൽ വലിയ രോഷമാണ് നെടുമ്പാശ്ശേരി ഭാഗത്തു നിന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഈ ഉദ്യോഗസ്ഥൻ, ഈ മോഹൻകുമാറിനെ തൊട്ടടുത്ത ദിവസം തന്നെ, ഈ അപകടമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ ഡ്യൂട്ടിയിൽ കയറാൻ അനുവദിച്ചതിനെതിരെ CISFനെതിരെ വലിയ വിമർശനമായിരുന്നു. അത് ഈ മൂന്നാമതായ ഒരു ഉദ്യോഗസ്ഥൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ മറ്റ് 2 ഉദ്യോഗസ്ഥരും മദ്യപിച്ച ശേഷമാണ് ഐവിനുമായുണ്ടായ തർക്കത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കാർ ഇടിപ്പിച്ചത് എന്ന് മൊഴിയുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ CISF നിലവിൽ അറസ്റ്റിലായിട്ടുള്ള CISF ജവാന്മാരിൽ നിന്നും ഇങ്ങനെ ഒരു മൊഴി കൂടി പോലീസിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും CISF ഇക്കാര്യത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ നിലവിൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ്. ഇവർക്കുള്ള കസ്റ്റഡി അപേക്ഷ നാളെ ആയിരിക്കും കോടതിയിൽ സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ നാട്ടുകാർക്കിടയിൽ വലിയ വിമർശനമാണ് CISFനെതിരെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികളിൽ CISF ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CISF ജവാന്മാർക്കെതിരെ വരുന്ന പരാതികളിലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കായക്കൊടി എള്ളിക്കാംപാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഭൂചലനം ഉണ്ടായതായാണ് നാട്ടുകാർ പറയുന്നത്. പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, എന്താണ് നാട്ടുകാർ പറയുന്നത്? അനീഷ്, കേൾക്കുന്നുണ്ടോ? അനീഷിലേക്ക് മടങ്ങിയെത്താം എന്ന് കരുതുന്നു. കോഴിക്കോട് കായക്കൊടി എള്ളിക്കാംപാറയിലാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പരാതിപ്പെടുന്നത്. കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഭൂചലനം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. പരിശോധനയ്ക്കായി എന്തായാലും പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.